20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഇന്ന് അദ്ദേഹത്തിന്റെ 20-ാം ചരമവാർഷികമാണ്. സുദീർഘമായ 26 വർഷമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കത്തോലിക്ക സഭയെ നയിച്ചത്. 2005 ഏപ്രിൽ 2 അദ്ദേഹത്തിന്റെ വിയോഗം കേട്ട് ലോക ജനത വിതുമ്പി. 1/4 നൂറ്റാണ്ടിലേറെ സഭയെ നയിച്ചവൻ, പാറമടയിൽ നിന്നും ഉയർത്തപ്പെട്ടവൻ, കമ്മ്യൂണിസ്റ്റ് പോളണ്ടിൽ നിന്നും വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് ഉയർന്നവൻ, ജനകീയ മാർപ്പാപ്പ തുടങ്ങി നിരവധി വിശേഷണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. പോളണ്ടിലെ വാഡോവൈസിൽ 1920 മെയ് 18 ജനിച്ച കാരൽ ജോസഫ് വോയ്റ്റീവ ക്രാക്കോവ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരിക്കെ 1978 മാർപ്പാപ്പയായത്. അകാലത്തിൽ കാലം ചെയ്ത ജോൺ പോൾ ഒന്നാമന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. റുവാണ്ടൻ വംശഹത്യ, ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം, ഗൾഫ് യുദ്ധം, വിവിധ രാജ്യങ്ങളിലെ ഏകാധിപത്യം, ഇറ്റലിയിലെ മാഫിയ ഭീകരത തുടങ്ങിയവയ്ക്കൊക്കെ എതിരെ ശക്തമായ പ്രതിഷേധം അദ്ദേഹം ഉയർത്തി. യുവജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതിന് പാപ്പ നടത്തിയതിന്റെ ഫലമായിരുന്നു 1985 തുടങ്ങിയ 3 വർഷത്തിലൊരിക്കൽ നടന്നുവരുന്ന ലോക യുവജന ദിനാഘോഷങ്ങൾ. മതപരമായ കാര്യങ്ങളിലും ചില പരിഷ്കാരങ്ങൾക്ക് മാർപ്പാപ്പ ശ്രദ്ധിച്ചിരുന്നു. 1983 അദ്ദേഹം പാസാക്കിയ ലത്തീൻ കാനോനിക നിയമം 1917 ബെനഡിക്ട് 15 മാർപ്പാപ്പ കൊണ്ടുവന്ന നിയമത്തെ മാറ്റിമറിച്ചു. 1990 അദ്ദേഹം പൗരസ്ത്യ സഭകളുടെ മേലും ഇത്തരത്തിൽ പുതിയ നിയമങ്ങൾ പാസാക്കി. വിവാഹിതർക്കും പൗരോഹിത്യത്തിനുള്ള അവകാശം വേണമെന്ന ആവശ്യങ്ങൾ ഉയർന്നു വരുന്നതിനിടയിൽ 1984 വിവാഹിതനായ ഒരു മുൻ ആംഗ്ലിക്കൻ പുരോഹിതനെ കത്തോലിക്ക സഭയിൽ ചേർത്തത് അന്നൊരു വലിയ വാർത്തയായി. എന്നാൽ ബ്രഹ്മചര്യത്തിന്റെ കാര്യത്തിൽ മറ്റ് നിയമങ്ങളൊന്നും ഉണ്ടായില്ല. സമാധാനത്തിന്റെ സന്ദേശവുമായി 100-ലേറെ വിദേശയാത്ര നടത്തിയ അദ്ദേഹം പുണ്യജീവിതം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ പദവിയോടടുത്തിരുന്നു. 1986 ഫെബ്രുവരി 7-8 തീയതികളിൽ കേരളം സന്ദർശിച്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും അൽഫോൻസാമയെയും കോട്ടയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. 1327 പേരെയാണ് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവരാക്കിയത്. 111 പേരെയാണ് അദ്ദേഹം വിശുദ്ധരാക്കിയത്. 2005 ഏപ്രിൽ 2 ആ ക്രാന്തദർശി കാലം ചെയ്തു. പിന്നീട് 6 വർഷത്തിന് ശേഷം 2011 മെയ് 1 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടു. പോളണ്ടിൽ കമ്മ്യൂണിസത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ സോളിഡാരിറ്റി തൊഴിലാളി യൂണിയനെ സജീവമായി പിന്തുണച്ചിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നാമകരണ ചടങ്ങ് കത്തോലിക്ക സഭ ദൈവകരുണയുടെ ദിനമായി സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് 1 ആഘോഷിച്ചതും ശ്രദ്ധേയം തന്നെ. 2014 ഏപ്രിൽ 27 അദ്ദേഹം വിശുദ്ധ ഗണത്തിലേക്ക് ഉയർന്നു. കാലം കനിഞ്ഞു നൽകിയ ഈ ജീവിതം കാലത്തിന് സമ്മാനിച്ചത് മറക്കാനാവാത്ത സമ്പത്താണ്. കാലം അദ്ദേഹത്തെ മായ്ച്ചാലും മായ്ക്കാത്ത ഓർമ്മകളിൽ എന്നും അദ്ദേഹം ജീവിക്കുന്നു.